വസന്ത്, സണ്ണി ജോസഫ് നേരത്തെ തന്നെ കെ സുധാകരന് ഇഷ്ടക്കാരിൽ ഒരാളാണ് സണ്ണി ജോസഫ് എന്നതിൽ തർക്കമില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനായിരുന്നപ്പോൾ നേരിട്ട് വിമർശനം ഉന്നയിച്ച ഒരാൾ കൂടിയാണ് സണ്ണി ജോസഫ്. ആ സമയത്ത് അദ്ദേഹം വൈകാരികതയോടെ അദ്ദേഹം ഉയർത്തിക്കാട്ടിയ തന്റെ വികാരമാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞൊക്കെ ഓർക്കുകയാണ്. ഒപ്പം തന്നെ വസന്ത് ഇപ്പോൾ പറഞ്ഞ പേരുകളിലേക്ക് KPCC വർക്കിംഗ് പ്രസിഡന്റായി വരുന്ന ആളുകൾ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഒപ്പം തന്നെ ഷാഫി പറമ്പിൽ MP, അതായത് ഒരു യുവ നേതൃനിര KPCCക്ക് ഉണ്ടാകുന്നു അല്ലേ? ഇത് ഒരു യുവ നേതൃത്വരെ കൊണ്ടുവരും. കഴിഞ്ഞ തവണ യുവ നേതൃത്വരെയൊക്കെ തന്നെയായിരുന്നു. സിദ്ദിഖായിരുന്നു വർക്കിംഗ് പ്രസിഡന്റായിട്ട്, അതുപോലെ പ്രതാപനുണ്ടായിരുന്നു. പക്ഷേ ഇതിലൊരു ജാതി ബാലൻസിംഗ് ആണ് നമുക്കിതിൽ കാണാൻ കഴിയുന്നത്. ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്നപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും KPCC അധ്യക്ഷൻ വരുന്നു. അതോടൊപ്പം തന്നെ UDF കൺവീനറായി ഒരു ഈഴവ സമുദായത്തിൽ നിന്നുള്ള ഒരാൾ വരുന്നു. വർക്കിംഗ് പ്രസിഡന്റുമാരായി 3 സമുദായത്തിൽപ്പെട്ടവരെ തന്നെ നിയമിച്ചുകൊണ്ട് ഒരു ജാതി ബാലൻസിംഗ് ആണ് കോൺഗ്രസ് ഇപ്പോൾ ഇവിടെ കേരളത്തിൽ പരീക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളത് വേണം നമുക്ക് ഇതിൽ നിന്നും വായിച്ചെടുക്കുക. അതോടൊപ്പം നേതൃനിരയിൽ ഇവരൊക്കെ തന്നെ നേരത്തെ തന്നെ ഇന്ന് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ്. വിഷ്ണുനാഥ് AICC സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ പുതിയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിഷ്ണുനാഥിനെ AICC സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് മാറുന്നു, T സിദ്ദിഖ് മാറുന്നു, വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് TN പ്രതാപൻ മാറുന്നു. അപ്പോൾ വലിയൊരു ഉടച്ചുവാർക്കലിന് നേതൃനിരയിൽ വലിയൊരു ഉടച്ചുവാർക്കലിന് തന്നെയാണ് ഹൈക്കമാൻഡ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജാതി ബാലൻസിംഗ്, ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനുള്ള ഒരു തീരുമാനം കൂടി കോൺഗ്രസ് എടുത്തിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതായത് കോൺഗ്രസ് എന്നും കേരളത്തിൽ ആ രീതിയിൽ തന്നെയായിരുന്നു. അവരുടെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേതൃനിരയെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരുന്നു കോൺഗ്രസ് എന്നും തീരുമാനിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് ഒരു വിഭാഗത്തിൽ നിന്നാണെങ്കിൽ KPCC മറ്റൊരു വിഭാഗത്തിൽ എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു ആ തീരുമാനങ്ങൾ വന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ വിവാദങ്ങൾക്ക് അവസാനം ഇട്ടുകൊണ്ട് KPCCയിലേക്ക് പുതിയൊരു ആളിനെ കൊണ്ടുവരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സണ്ണി ജോസഫിനെ കൊണ്ടുവരുന്നു. പേരാവൂർ MLA ആണ്. അതോടൊപ്പം നിരവധി വർഷങ്ങളായി MLA ആയി തുടരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സുപരിചിതനായ ആളാണ് സണ്ണി ജോസഫ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആന്റണിയുടെ പേര് വന്നപ്പോൾ വന്നിരുന്ന ഏറ്റവും വലിയ വിമർശനം അതായിരുന്നു. അതായത് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് സുപരിചിതനാണോ എന്നുള്ള തരത്തിൽ K മുരളീധരൻ അടക്കം പിന്നെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഫോട്ടോ കാണിച്ചാൽ മാത്രം പ്രസിഡന്റിനെ തിരിച്ചറിയുന്ന തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് ആന്റണിയെ ഉദ്ദേശിച്ച് തന്നെയായിരുന്നു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പൊ തന്നെ മടങ്ങിയെത്താം.